വാഹന ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇടനിലക്കാർക്ക് കടിഞ്ഞാണിട്ട് മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇനി മുതൽ ഏജന്റുമാർക്ക് പ്രവേശനമില്ല. വാഹന ഉടമയ്ക്കോ ഡ്രൈവർക്കോ മാത്രമായിരിക്കും പ്രവേശനം. ഗതാഗത കമ്മീഷണറുടേതാണ് ഈ പുതിയ നിർദ്ദേശം. സലീം മാലിക് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, എന്താണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ? സലീം. ഉന്മേഷ്, ഗതാഗത കമ്മീഷണറുടെ ഈ ഉത്തരവ് അത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് അഴിമതിയും കൈക്കൂലിയും തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാധാരണഗതിയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് ഏജന്റുമാർ ഉൾപ്പെടെയാണ് പോകുന്നത്. പലപ്പോഴും പല ഡ്രൈവിംഗ് സ്കൂളിലെയും അധ്യാപകരുൾപ്പെടെയുള്ളവരും ഏജന്റുമാരും ഉൾപ്പെടെയുള്ളവർ ഡ്രൈവിംഗ് ടെസ്റ്റിനായി പോവുകയും ഇവർ ഈ MVDയുമായി നേരത്തെ തന്നെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെ നേരത്തെ തന്നെ കൈക്കൂലി നൽകിയതിനു ശേഷം ഡ്രൈവിംഗ് പാസ്സാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ കണ്ടെത്തിയതുമാണ്. അതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ള ഏജന്റുമാരുടെ പ്രവേശനമേ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലിയുടെ സാധ്യത ഇല്ലാതാക്കുക എന്ന നിലയിൽ പുതിയ ഉത്തരവ് അത് ഔദ്യോഗികമായി തന്നെ വരുന്നത്. നേരത്തെ തന്നെ ഈ ഉത്തരവ് വരും എന്ന ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഗതാഗത കമ്മീഷണർ തന്നെ അത് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായും ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഒരു ഏജന്റുമാരും വേണ്ട എന്നുള്ളത് മാത്രമല്ല, പ്രവേശനം ഒന്നുകിൽ വാഹന ഉടമയ്ക്ക് അതല്ലെങ്കിൽ ഡ്രൈവർക്ക്. പിന്നീട് ഈ ഡ്രൈവറാണ് പ്രവേശിക്കുന്നതെങ്കിൽ യൂണിഫോം ധരിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല, ഉത്തരവിൽ പറയുന്ന മറ്റു ചില പ്രധാന നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഈ ടെസ്റ്റിന് ഒരു ദിവസം അലോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അത് 40 ചുരുക്കണം എന്നുള്ളതാണ്. 40-ലും തിരിവുകളുണ്ട്. അതായത് 40 പേരിൽ ആദ്യത്തെ 5 പേർ വിദ്യാർത്ഥികളോ അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആവശ്യമുള്ളവരോ ആയിരിക്കണം. പിന്നീടുള്ള 10 പേർ അത് നേരത്തെയുള്ള ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടവരായിരിക്കണം. ബാക്കി 25 പേർ പുതിയ അപേക്ഷകരുമായിരിക്കണം. ആ നിലയിലായിരിക്കണം ഈ ക്രമീകരണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ശബരിമല സീസൺ കൂടിയായതിനാൽ പല സ്ഥലങ്ങളിലും ടെസ്റ്റിനെ മതിയായ നിലയിലേക്ക് ടെസ്റ്റ് ക്രമീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ അതിന് പകരം ക്രമീകരണം ഒരുക്കുകയും പകരം ദിവസങ്ങളിൽ കൂടി ടെസ്റ്റ് നടത്തുകയോ വേണം. മാത്രമല്ല, മതിയായ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ അവിടെ നിന്ന് മറ്റു ഉദ്യോഗസ്ഥരെ കൂടി ആ വകുപ്പിലേക്ക് വിന്യസിച്ചും ടെസ്റ്റ് നടത്താം എന്നുകൂടി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നു. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.